ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ ആദ്യം പുറത്തുവിട്ടത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണ്. അങ്ങനെ ഒരു കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചെങ്കിൽ അത് ഈ ലോകത്തിനെ അറിയിക്കേണ്ടത് ഇരു രാജ്യങ്ങളിലെയും നയതന്ത്ര പ്രതിനിധികളോ സൈനിക മേധാവികളോ ആണ്. എന്നാൽ ആ ദൗത്യം സ്വയം ഏറ്റെടുത്ത ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയായിരുന്നു. അമേരിക്ക എന്തിന് ഈ വിഷയത്തിൽ ഇടപെടുത്തിയെന്നും മോദി സർക്കാരിനെ നിയന്ത്രിക്കുന്നത് അമേരിക്കയാണെന്നുമുള്ള വിമർശനങ്ങൾ ഇപ്പോൾ ശക്തമായി വരികയാണ്. UN-ൽ പോലും ചർച്ച നടത്തിയില്ല എന്ന് ഇന്ത്യ പറഞ്ഞിരുന്ന കാശ്മീർ വിഷയത്തിൽ ഷിംല കരാർ ലംഘിച്ച് ഒരു മൂന്നാം കക്ഷിയായി അമേരിക്ക എന്തിനിടപെട്ടു എന്ന ചോദ്യവും ശക്തമായി ഉയർന്നു വരുന്നുണ്ട്. അത്തരത്തിലൊരു മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നും ഇരു സൈന്യങ്ങളും നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമവായത്തിലെത്തിയതെന്നുമാണ് പ്രതിരോധ മന്ത്രാലയം അടിവരയിട്ട് പറയുന്നത്. ഈ രാജ്യത്തിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അമേരിക്കയല്ല എന്ന പ്രതിരോധ മന്ത്രാലയം അറിയിച്ചാൽ മാത്രമേ വിശ്വാസ്യത നേടാനാകൂ എന്നും കേന്ദ്ര സർക്കാർ ഉറപ്പിക്കുന്നുണ്ട്. ലോക നേതാവ് ചമയുന്ന അമേരിക്കയുടെ ശക്തി പ്രകടനമാണ് ഇന്ത്യക്കും പാകിസ്ഥാനും മേൽ കണ്ടത്. ഖാസയിലും ഉക്രൈനിലും ഇതുവരെ സമാധാനത്തിന് വേണ്ടി ഒരു ചിറവിരൽ അനക്കാൻ കൂട്ടാകാത്ത ട്രംപിന് ഇന്ത്യയിലും പാകിസ്ഥാനിലും സമാധാനം പുലരേണ്ടത് ആവശ്യമാണ് മറ്റാരേക്കാളും. ലോകത്ത് നടക്കുന്ന മറ്റൊരു സംഘർഷത്തിലും ട്രംപിന് ആശങ്കയില്ല എന്നതാണ് സത്യം. എന്നാൽ ഇന്ത്യയിലും പാകിസ്ഥാനിലും ഉടലെടുത്ത സംഘർഷാവസ്ഥ ട്രംപിന്റെ നെഞ്ചെടുപ്പ് കൂട്ടിയതിന് പിന്നിൽ ചില കാരണങ്ങളുണ്ടെന്നാണ് അറിയുന്നത്. അതിന്റെ കാരണം ട്രംപ് ഒടുവിൽ എക്സിൽ കുറിച്ച വരികളിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതാ, ഞാൻ ഈ രണ്ട് മഹത്തായ രാജ്യങ്ങളുമായുള്ള വ്യാപാരം വർദ്ധിപ്പിക്കുവാൻ പോകുന്നു എന്ന് ട്രംപ് പറഞ്ഞു നിർത്തുന്നിടത്ത് അമേരിക്കയുടെ താല്പര്യം പ്രകടമാവുകയാണ്. ഇരു രാജ്യങ്ങളിലുമായി തുറന്നു കിടക്കുന്ന ബൃഹത്തായ ഒരു വിപണി മാത്രമല്ല അമേരിക്കൻ ലക്ഷ്യം. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കൂട്ടുവാൻ 170 കോടിയോളം വരുന്ന ഇരു രാജ്യങ്ങളുടെയും ആകെ ജനസംഖ്യയാണ് ഡൊണാൾഡ് ട്രംപിനെ കണ്ണില്ലെന്ന് തോന്നിപ്പിക്കുന്നതെങ്കിൽ അതൊരു അമേരിക്കൻ തന്ത്രം മാത്രമാണ്. അമേരിക്കയുടെ നിലവിലെ ശത്രു ചൈനയാണ് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. ലോകത്ത് മറ്റൊരു രാജ്യത്തിനുമില്ലാത്ത തരത്തിൽ ചൈനയുമായിട്ട് മാത്രമാണ് അമേരിക്ക ഇറക്കുമതി തീരുവ പ്രഖ്യാപിച്ച് വ്യാപാര യുദ്ധം ആരംഭിച്ചത്. ചൈനയും US-ന് ഉയർന്ന ഇറക്കുമതി തീരുവ ചുമത്തിയിട്ടുണ്ടെങ്കിലും ട്രംപിന്റെ നടപടി ചൈനയ്ക്ക് വലിയ തിരിച്ചടിയാണ് സാമ്പത്തിക രംഗത്ത് ഉണ്ടാക്കുക എന്നും കാണാം. ഇതിനു പുറമെ അമേരിക്കൻ കമ്പനികൾ പലതും ചൈന ഉപേക്ഷിക്കുവാനും തീരുമാനിച്ചു. ഇവിടെയാണ് ചൈന ഒരു ദയവുമില്ലാതെ അമേരിക്കയ്ക്ക് റയർ എർത്ത് മൂലകങ്ങൾ ഉൾപ്പെടെയുള്ള ധാതുക്കൾ നൽകില്ല എന്നറിയിച്ചത്. അമേരിക്കയുടെ ഭാവി പോലും മരവിപ്പിക്കാൻ ശേഷിയുള്ളതാണ് ധാതുക്കളുടെ ഇറക്കുമതി നിരോധനം. ചൈനയുടെ പ്രഖ്യാപനം തുടരുമ്പോഴും യുക്രൈന് 50% ലാഭം നൽകിക്കൊണ്ട് ധാതുക്കളുടെ ഖനനം അമേരിക്കയ്ക്ക് തുടരാൻ സാധിക്കുന്നു എന്നതും അത് ദീർഘകാലം തുടർന്നു പോകുന്നതിനും റഷ്യ-യുക്രൈൻ യുദ്ധം അനിവാര്യമാണ്. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന തീരുവ ചുമത്തിയതോടെ ചൈന വിടാനിരിക്കുന്ന അമേരിക്കൻ കമ്പനികൾ ഇന്ത്യയാണ് ലക്ഷ്യം വെക്കുന്നത്. ഇന്ത്യയിലെ കുറഞ്ഞ ഉൽപാദന ചെലവാണ് US കമ്പനികൾക്ക് ഇന്ത്യയോടുള്ള താല്പര്യത്തിന്റെ പ്രധാന കാരണം. ട്രംപ് പ്രഖ്യാപിച്ച ഇറക്കുമതി തീരുവ ഒരു അക്ഷരം പോലും ഉരിയാടാതെ അംഗീകരിച്ച രണ്ട് രാജ്യങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനും. അപ്പോൾ ഇവർ തമ്മിലടിച്ചാൽ അമേരിക്കൻ കച്ചവടം എങ്ങനെ നടക്കും? അതാണ് വിഷയത്തിൽ ഇത്ര തിടുക്കം കാണിക്കാൻ ട്രംപിനെ പ്രേരിപ്പിച്ച പ്രധാന ഘടകം എന്നതാണ് സത്യം.